ഗൈസ് വെയിറ്റ് ലോസിന്റെ ഡേ 2 എല്ലാവർക്കും സ്വാഗതം. ഇനി മോർണിംഗിലേക്ക് എടുത്തൊന്നും പറ്റില്ല, നേരത്തെ നമ്മൾ നീക്കണം. നേരത്തെ എണീച്ചപാടെ ഉലുവയും ജീരകട്ടൊരു വെള്ളം കുടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഓട്സ് ആയിട്ടൊന്ന് കുടിച്ചത്. ഏകദേശം 2 വർഷമായിട്ട് എന്റെ ജീവിതത്തിൽ ഒരു ചിട്ടയില്ലാത്തൊരു ജീവിതം കേട്ടോ. ഇനി അങ്ങോട്ട് ചിട്ടയോടെ നടക്കണം എന്നുണ്ടെങ്കിൽ കിട്ടിയതൊന്നും വാരി വലിച്ച് തിന്നാതിരിക്കണം. ഇനി കിട്ടിയതൊന്നും വാരി വലിച്ച് തിന്നാത്തൊരു തടിയാട്ടോ എനിക്ക് വേണ്ടത്, അതായത് ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു തടി. ഓളെ വിചാരം ഞാൻ കുട്ടിക്കൊന്നും കൊടുക്കാതെ എന്തോ ബിരിയാണി തിന്നാന്നോ, പക്ഷെ ബിരിയാണി ഒന്നല്ല എന്നുള്ളത് ഫസ്റ്റ് കുടിച്ചപ്പോൾ മനസ്സിലായി കേട്ടോ. പിന്നെ കഴിച്ചത് പപ്പായ കേട്ടോ, നല്ല നാടൻ പപ്പായ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു, മാന്തളും മുട്ടയും പയറുപ്പേരും. ഫുഡ് കഴിച്ചപാട് എനിക്കൊരു വൃത്തിയുടെ സ്വഭാവമുണ്ട്, ഉച്ചമയക്കം. ആ ഉച്ചമയക്കം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഇപ്പൊ കട്ട് ചെയ്തിട്ടോ. അങ്ങനത്തെ കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ ലൈഫിൽ നിന്ന് കട്ട് ചെയ്താൽ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ ഹെൽത്തി ആവട്ടോ. സമയം പോയത് അറിഞ്ഞില്ല. അപ്പം വേഗം നമുക്ക് ജിമ്മിന് പോകാം. ജിമ്മിന് പോയപ്പോൾ പെട്ടെന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ജിമ്മ് മാഷ് എന്ന പാടി ഞാൻ ഇരിക്കാന്നപ്പോൾ മാഷാനെ പെട്ടെന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ഉള്ള സ്ഥലമായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥലം അത്യാവശ്യമായിരുന്നു എൻ്റെ ഒരു ഹെൽത്ത് വെച്ചിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ടീച്ചർ, പുറത്തൊരു സ്കൂളാട്ടോ പഠിപ്പിക്കുന്നത്. ടീച്ചർ ഒരു മാസത്തിൽ 2 കിലോ കുറഞ്ഞെന്നാ പറഞ്ഞു. പക്ഷെ ടീച്ചർ ഫുഡൊന്നും കൺട്രോൾ ചെയ്താണ് 2 കിലോ കുറഞ്ഞത്. ടീച്ചറാണ് നല്ല വൈബാട്ടോ, നല്ല അടിപൊളി വൈബാണ് ടീച്ചർ. എന്റെ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ 2ാമത്തെ ദിവസം കൊണ്ട് 45 പുഷപ്പാട്ട് അടിച്ചു തീർത്തത്. ഈ ഒരു അപാര കോൺഫിഡൻസ് കാരണം 2 ദിവസം ഞാൻ ബെഡ് വന്ന് പൊന്തിയിട്ടില്ല. ഗൈസ്, ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യണം, ഈ ഒരു മന്തോട് ഞാൻ 4 കിലോനെങ്കിലും മിനിമം കുറച്ചിരിക്കട്ടെ, അത് ഉറപ്പാണ്. അത് നിങ്ങളോട് ഞാൻ പ്രോമിസ് ചെയ്യണേ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്തപ്പോൾ ഞങ്ങളോട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. റെസ്റ്റ് എടുക്കല്ലേ നല്ല കഥയൊക്കെ അടിച്ച് മിന്നോട്ടോ ഞങ്ങൾ രണ്ടാളും. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നേരെ കുറച്ച് ബദാമൊക്കെ എടുത്തു. നൈറ്റിൽ നമുക്ക് ഓട്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ റാഹത്ത്.